ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. തിരുവനന്തപുരം വെമ്പായത്ത് നിയന്ത്രണം വിട്ട KSRTC ബസ് ബൈക്കിൽ ഇടിച്ച ശേഷം കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. മനീഷ് മെഹ്വാലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. മനീഷ്, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, കടയുടെ ഒരു ഭാഗം തകർന്ന നിലയിലാണ്. എങ്ങനെയാണ് അപകടമുണ്ടായത്? വിശദാംശങ്ങൾ എന്താണ്? വിനീത, അല്പസമയങ്ങൾക്ക് മുൻപായിരുന്നു അപകടം. ചടയമംഗലത്ത് നിന്നും നെടുമങ്ങാടയിലേക്ക് പോകുന്ന KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് MC റോഡിൽ വെച്ച് വെമ്പായത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അവിടെ നിയന്ത്രണം തെറ്റി ആദ്യം ബൈക്കിലിടിക്കുന്നു, പിന്നീട് ബൈക്ക് നിയന്ത്രണം തെറ്റി പോകുന്നു. അതിനുശേഷം 2 കടകളിലേക്കാണ് ഈ KSRTC ബസ് ഇരച്ചു കയറുകയായിരുന്നു. അങ്ങനെ നിയന്ത്രണം തെറ്റിയ KSRTC ബസ് ഇടിച്ചു കയറി. ഈ ബൈക്ക് യാത്രികൻ അവിടെ തൽക്ഷണം മരിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അയാളുടെ പേര് വിവരങ്ങളോ ഒന്നും ലഭ്യമായിട്ടില്ല. ഇത് ചടയമംഗലത്ത്, അതായത് കൊല്ലം ഭാഗത്ത് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് KSRTC ബസ്സാണ് നിയന്ത്രണം തെറ്റി ഈ വെമ്പായം MC റോഡിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. അങ്ങനെ 2 കടകളുടെ മുൻപിൽ നിന്ന നിരവധി ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ ബസ് ഇടിച്ച് ആളുകൾ തെറിച്ചു പോയിട്ടുണ്ട്. കടയ്ക്കും സ്ഥാനമായിട്ടുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ കടയിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ആളുകളെയൊക്കെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കൊക്കെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഒരാൾ തൽക്ഷണം മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പരിമിതമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ ഈ അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഡ്രൈവർ അമിത വേഗതയിലാണോ? ഇനി അത് ഏതെങ്കിലും വളവുള്ള ഭാഗത്താണോ? ഇനി ആ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ? അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കും.